കപ്പക്കിഴങ്ങെന്നും പറയും. കപ്പക്കിഴങ്ങ? ആ, മധുരക്കിഴങ്ങെന്ന് പറയും, കപ്പക്കിഴങ്ങെന്ന് പറയും. ഇന്ന് രാത്രി അങ്ങോട്ട് പുഴുങ്ങി നോക്കാൻ പോവുക. രാത്രിയിലെ ഡിന്നറാണ് കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ നല്ല, പക്ഷെ ഇത് സ്വീറ്റ് പൊട്ടറ്റോ, ഇവിടെയൊക്കെ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് കേട്ടോ. ഇത് നല്ല അടിപൊളി സാധനമാണ്, മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ സൂപ്പർ സംഗതിയാണ്, നല്ല ബുദ്ധി വളർച്ചക്കൊക്കെ. അങ്ങനെ ഞങ്ങളുടെ ഉമ്മാക്കും വേണ്ടി ഇന്ന് രാത്രി ഡിന്നറിന് ഇതാണ് കേട്ടോ. നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ നല്ലോണക്ക് കഴുകി വാരി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുക്കറിലൊന്നല്ല വേവിക്കുന്ന, നോർമൽ പാത്രത്തിൽ തന്നെയാണ് വേവിക്കുന്നത് കേട്ടോ. ഇത് പെട്ടെന്ന് വേവുന്ന സാധനമാണ്, അധികം വേവില്ല. ഇത് വെന്തതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ പറയാം. നമ്മൾ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നല്ല കണക്ക് വെന്തിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇത് നോക്കിക്കേ, നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമ്മൾ എടുക്കണം. കണ്ടോ, പെട്ടെന്ന് വേവും. ഇത് നമുക്കിനി ഊറ്റാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചൂടോടെ തന്നെ അത് നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കപ്പക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് മീൻകറി ഉള്ളതുകൊണ്ട് ഉമ്മ അറിഞ്ഞ് മുളകൊന്നും പൊട്ടിക്കേണ്ട, മീൻകറിയുടെ ചാറ് കൂട്ടി കഴിക്കാം. കഴിച്ചു നോക്കുമ്പോ എനിക്ക് തല മതി കേട്ടോ. ഉമ്മ കഴിക്കാം. ചീര വേണോ? മുരിങ്ങയില വേണോ? ചീരയല്ല, മുരിങ്ങയില. ഇത് നമ്മൾ രാവിലെ ഉണ്ടാക്കിയ മുരിങ്ങയില തോരനാണ്. എങ്ങനെയുണ്ട് കറി കൂട്ടി കഴിക്കുമ്പോ? നാട്ടിലെ കൂട്ടത്തെയാണോ? കണ്ടോ, നാട്ടിലെ കൂട്ടത്തെ കപ്പക്കിഴങ്ങല്ല, ഇത് പെട്ടെന്ന് വെന്ത് വേറെ കപ്പക്കിഴങ്ങാന്നോ. പക്ഷെ വേറൊരു സൈസ് കപ്പക്കിഴങ്ങ് ഞാൻ ഇങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റ്. നമ്മുടെ കപ്പക്കിഴങ്ങ് ഭയങ്കര കട്ടിയാ, നല്ല രുചിയാ. ഇതൊക്കെ ഇങ്ങനെ ഇത് റോസ് കളറാ നമ്മുടെ. നല്ല ടേസ്റ്റ്. പൊട്ടറ്റോ സൂപ്പർ, എനിക്ക് തലയും സൂപ്പർ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഡിന്നർ. അപ്പൊ ഇങ്ങനത്തെ സാധനം നിങ്ങൾ ഡിന്നറായിട്ട് കഴിക്കാറുണ്ടോ? അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ കപ്പക്കിഴങ്ങൊക്കെ മേടിക്കുന്നവര് എന്തോ ചെയ്യുന്നു. നല്ല ചൂടുണ്ടോ?